ഞാൻ എല്ലാം പറയാം. വാസു, 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 എന്താ സാർ ആ സമയത്ത്? നീ വന്നേ. നീ എന്റെ കൂടെ അത്യാവശ്യമായിട്ട് ഔസേപ്പച്ചന്റെ വീട് വരെ വരണം. ഞാനിപ്പോ അവിടെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എന്താ സാർ കാര്യം? കാര്യം ഓമന മരിച്ചു. മരിച്ചോ? എന്താ സാർ ഇത്? സണ്ണിയുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി. അവര് തമ്മിൽ തർക്കം ഉണ്ടായി. സണ്ണി അവളെ അടിച്ചു. അടി കൊണ്ടത് മർമ്മത്തായി പോയി. അവൾ മരിച്ചു. സണ്ണി വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അതിന് ഞാൻ എന്ത് ചെയ്യാനാ സാറേ? വേറെ ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് അത് ആത്മഹത്യയാക്കി മാറ്റണം. അതിപ്പോഴെങ്ങനെയാ സാറേ? അതിനൊക്കെ വഴി ഉണ്ടാക്കാൻ നീ വാ വാ. വാ. വാസു, വേവാട്ടെ. അല്ല സാർ, മുകളിൽ നിന്നും താഴേക്ക് എടുത്തിട്ടാ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആലോചിക്കേണ്ടവരോടൊക്കെ ആലോചിച്ചിട്ടാ തീരുമാനിച്ചിരിക്കുന്നത്. വേഗമായിട്ട് വാസു. അല്ല സാർ, വല്ല പെട്രോൾ ഒഴിച്ച് കത്തിച്ചാൽ? അയ്യോ, അതൊന്നും ശരിയാകില്ല. സത്യമായിട്ടും ഇതാണ് സാർ സംഭവിച്ചത്. താൻ എന്തുകൊണ്ടാ ഇത് വിൽക്കാതെ പണയം വെച്ചത്? പേടിച്ചിട്ടാ. വിറ്റാൽ ആരെങ്കിലും സംശയിക്കുമെന്ന് കരുതി. അതുകൊണ്ടാ പണയം വെച്ചത്. ഇതിന്റെ കൂടെ ഭാര്യയുടെ ആഭരണങ്ങളും പണയം വെച്ചത് എന്തിനാ? കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. ഒരു പുരയിടം വാങ്ങാൻ. ഔസേപ്പച്ചൻ പണവും തന്നില്ലേ? തന്നു. അത് തികയാതെ വന്നു. ഈ വളയുടെ കാര്യം ഔസേപ്പച്ചൻ അറിയാവോ? അറിയില്ല. വിക്രം സർ. ठीक. സർ, SP വിളിക്കുന്നു. സർ, എന്തായി? ഷാൽ ഐ ഡിമാൻഡ് ഫോർ ദ അറസ്റ്റ് വാറന്റ്? വരട്ടെ സർ. വൈ? നൗ ഇറ്റ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. വാസുവിന്റെ മൊഴി വരെ അവരെ അറസ്റ്റ് ചെയ്യാൻ. അതല്ല സർ, ചില പോയിന്റ്സ് ലിങ്ക് ആവുന്നില്ല. Then tell me. സണ്ണിയുടെ മൊഴി പ്രകാരം സംഭവ ദിവസം സണ്ണി വീട്ടിൽ നിന്ന് പോകുന്നത് രാത്രി 8 മണിക്കാണ്. പോകുന്നതിന് മുമ്പ് ഓമനയും സണ്ണിയുമായി വഴക്ക് നടന്നു. സണ്ണി അവളെ അടിച്ചു. അടി മർമ്മത്ത് കൊണ്ടതുകൊണ്ട് ഓമന മരിച്ചു. പക്ഷേ ഓമന മരിച്ച വിവരം അപ്പോ സണ്ണിക്ക് അറിയില്ല. Yes. അങ്ങനെയാണെങ്കിൽ ഓമനയുടെ മരണം നടന്നത് ഉദ്ദേശം രാത്രി 8 മണിക്കാണ്. Yes, it is clear. വാസു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഔസേപ്പച്ചൻ രാത്രി 10 മണിക്ക് ശേഷം വീട്ടിലെത്തുന്നു. മുറിയിൽ മരിച്ചു കിടക്കുന്ന ഓമനയെ കാണുന്നു. മകനെയും മരുമകനെയും നാരായണനെയും വിളിച്ചു വരുത്തുന്നു. മകന്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധം മറച്ചു വയ്ക്കാൻ വേണ്ടി ഓമനയുടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്നു. ഇനി പറയുന്നത് സാർ ശ്രദ്ധിച്ചു കേൾക്കണം. 8 മണിക്ക് ഓമനയുടെ മരണം നടക്കുന്നു. 10 മണിക്ക് ശേഷം ബോഡി താഴേക്കിടുന്നു. അപ്പോ മരണം നടന്ന സമയവും
താഴേക്കിട്ട സമയം തമ്മിൽ ഉദ്ദേശം 2 മണിക്കൂറിൽ കൂടുതൽ ഗ്യാപ്പുണ്ട്. പക്ഷേ ഓമനയുടെ ബോഡിക്ക് ചുറ്റും രക്തം തളം കെട്ടി കിടപ്പുണ്ടായിരുന്നതാനും. യെസ്, കറക്റ്റ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര നേരം ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കും? 1 മണിക്കൂർ, അല്ലെങ്കിൽ മാക്സിമം 1.25 മണിക്കൂർ. അതിൽ കൂടുതൽ സമയം ഡെഡ് ബോഡിയിൽ ഹീറ്റ് നിൽക്കാറില്ല. ഹീറ്റ് ഇല്ലെങ്കിൽ ഉടൻ രക്തം കട്ടിയാവും. അങ്ങനെയാണെങ്കിൽ 8 മണിക്ക് മരിച്ച ഓമനയുടെ ശരീരം 10 മണിക്ക് ശേഷം വലിച്ചെറിഞ്ഞിട്ടും, അതായത് മരണം നടന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ബോഡിക്ക് ചുറ്റും എങ്ങനെ രക്തം തളം കെട്ടി നിന്നു? അത് ശരിയാ. കോൺസ്റ്റബിൾ ചാക്കോ പറഞ്ഞതനുസരിച്ച് രാത്രി 8 മണി മുതൽ 9:45 മണി വരെ അവിടെ മഴ പെയ്തിരുന്നു. അപ്പോ ഓമന എപ്പോ മരിച്ചിരുന്നാലും ശരി, ഓമനയുടെ ഡെഡ് ബോഡി താഴേക്കിടുന്നത് മഴയ്ക്ക് ശേഷമാണ്. കാരണം മഴയത്തായിരുന്നെങ്കിൽ ഡെഡ് ബോഡിയിൽ അതിന്റെ മാർക്കുകൾ ഉണ്ടായിരുന്നേനെ. പക്ഷെ ഉണ്ടായിരുന്നില്ല. ഫോർ ദാറ്റ് വി ഹാവ് പ്രൂഫ്. അങ്ങനെ നോക്കുമ്പോ ഔസേപ്പച്ചൻ 10 മണിക്ക് വീട്ടിലെത്തി എന്ന് വാസു പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം. ഉദ്ദേശം 10:30 മണിയോടുകൂടിയാണ് വാസു ഡെഡ് ബോഡി താഴേക്കിട്ടത്. യെസ്. ദാറ്റ് മീൻസ് ഓമനയുടെ മരണം നടന്നിരിക്കുന്നത് ഉദ്ദേശം 9:15-നും 10:30-നും ഇടയ്ക്കായിരിക്കണം. സപ്പോസ് സണ്ണി പോയത് 9:15-നോ അതിന് ശേഷമാണെങ്കിലോ? അതിന് നമുക്ക് തെളിവില്ല. 8 മണിക്ക് പോയി എന്നുള്ളത് അവർക്ക് വല്ല തെളിവ് ഇല്ല. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ്. സണ്ണി 8 മണിക്കാണോ വീട് വിട്ടു പോയത്? സണ്ണി ഓമനയെ അടിച്ചോ? ആ അടിയാണോ ഓമനയുടെ മരണത്തിന് കാരണം? ഇതൊക്കെയാണ്. പക്ഷേ വാസു പറഞ്ഞതിൽ നിന്നും നമുക്ക് സണ്ണിയല്ലേ സംശയിക്കാൻ പറ്റൂ? സാർ, വാസുവിന് കേട്ടറിവേ ഉള്ളൂ, കണ്ടറിവില്ല. ഓമന മരിച്ചതിന് ശേഷം നാരായണൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ വാസുവിന് അറിയൂ. അപ്പോൾ സണ്ണിയുടെ അടിയേറ്റല്ല ഓമന മരിച്ചതെങ്കിൽ പിന്നെ സാർ, നമുക്ക് ആ ഔസേപ്പച്ചനെ സംശയിച്ചൂടെ? പറയാറായിട്ടില്ല. ദാറ്റ് ഈസ് യെറ്റ് ടു ബി ഫൗണ്ട് ഔട്ട്. തള്ളേ, ഒരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാതെ കരയോ നിലവിളിക്കോ ചെയ്താലുണ്ടല്ലോ. എത്ര കാലമായി ചെവി കേൾക്കാതായിട്ട്? എന്തുവാ? എത്ര കാലമായി ചെവി കേൾക്കാതായിട്ടെന്ന്? എന്തോ? ഒന്നുമില്ല, പൊയ്ക്കോ പൊയ്ക്കോ. അപ്പൊ മേരിത്തള്ളക്ക് ചെവി കേൾക്കാം അല്ലേ? കുറേശ്ശെ കേൾക്കാവേ. കുറേശ്ശെ കേൾക്കാമെന്നോ? അല്ല, കുറേശ്ശെ കേൾക്കാൻ പാടില്ലേ? കുറ്റം ചെയ്തവരെക്കാൾ ശിക്ഷ കൂടുതലാണ് അത് ഒളിക്കുന്നവർക്ക്. അതുകൊണ്ട് സത്യം പറഞ്ഞോ, ഓമന മരിച്ച ദിവസം ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത്? പറഞ്ഞോ പറഞ്ഞോ. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ എന്തോ വീണുടഞ്ഞ ശബ്ദം കേട്ടത്. ഞാൻ ഉമ്മറത്തേക്ക് വന്നു. അപ്പോൾ ഉദ്ദേശം എത്ര മണിയായി കാണും? രാത്രി 8 മണിയായി കാണും. എന്നിട്ട് എടീ, നിന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നതേ ഇവിടത്തെ കാര്യങ്ങൾ നോക്കാനാ, അല്ലാതെ നിന്റെ വീട്ടിൽ പോയി അടയിരിക്കാനല്ല. അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ പോയിക്കൂടെ? ഇപ്പൊ പോകാൻ പറ്റില്ല. എന്തായാലും നാളെ ഞാൻ എന്റെ വീട്ടിൽ പോവും. എന്തിന്? എനിക്ക് എന്റെ അപ്പച്ചനെ അനിയും കാണണം. പെട്ടെന്നെന്താ അപ്പച്ചനെ അനിയം കാണാനൊരു ആഗ്രഹം? ഞാൻ പോകും. പറ്റില്ല, അപ്പച്ചൻ സമ്മതിക്കില്ല. ആര് തടഞ്ഞാലും ഞാൻ പോകും. പിന്നെ നീ പോവും. ഒറ്റ കീറോ ചെന്നുണ്ടല്ലോ, നിന്റെ ബാക്കിയാണില്ല. നിനക്ക് എന്താ ഇവിടെ കുഴപ്പം? സഭ്യമായ ഭാഷയിൽ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ? ഞാൻ ഈ വീട്ടിൽ ആരുടെയൊക്കെ ഭാര്യയെ ജീവിക്കണം, അതാ എനിക്ക് അറിയേണ്ടത്. നീ പോവും, എനിക്കൊന്ന് കാണണം. നിങ്ങൾ എന്തിനാ മുകളിലോട്ട് വന്നത്? അത് പിന്നെ അത്താഴത്തിന്. വേണ്ട. എങ്ങോട്ടാ? ഓമന കുഞ്ഞിനെ വിളിക്കാൻ, ആഹാരം കഴിക്കാൻ. നിങ്ങൾ അവളെ വിളിക്കാനൊന്നും പോണ്ട. അവള് വേണമെങ്കിൽ താഴ്ന്ന് കഴിച്ചോളൂ. നിങ്ങൾ അവളെ വഷളാക്കുന്നത്. ഞാനും അപ്പച്ചനും ഇല്ലാത്തപ്പോ വേണ്ടാത്തൊക്കെ പറഞ്ഞ അവളെ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആ വയ്ക്കോ, അതുകൊണ്ട് വെച്ചേക്ക്. ഓ, ഇതാണ് ഏമാനെ സംഭവിച്ചത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ? കറണ്ട് പോയി. ഞാൻ അടുക്കളയിൽ ചെന്ന് കുറച്ചു കഴിഞ്ഞ് അത്താഴം കഴിച്ച് കിടന്നു. അപ്പൊ മഴയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കറണ്ട് എപ്പോ ഒന്നും അറിയാമോ? അറിയില്ല. ഔസേപ്പച്ചൻ എപ്പോഴാ വന്നത്? അറിയില്ല. സാധാരണ നിങ്ങൾ എത്ര മണിക്കാ കിടക്കുന്നത്? 9 മണിക്ക് മുമ്പ്. ഓമന മരിച്ചവരോ എപ്പോഴാ നിങ്ങൾ അറിഞ്ഞത്? നേരം പുലരാറായപ്പം പോലീസുകാർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ്
ടേസി മോള് വന്ന് വിളിച്ചു. അപ്പോഴാ സാറേ ഓമനക്കുഞ്ഞ് മരിച്ച വിവരം ഞാൻ അറിയുന്നത്. ഓമനയും സണ്ണിയും തമ്മിൽ വഴക്കുണ്ടായ വിവരം നിങ്ങൾ ഔസേപ്പച്ചനോട് പറഞ്ഞോ? പറഞ്ഞു. അപ്പോ ഔസേപ്പച്ചനാണ് നിങ്ങളോട് ചെവി കേൾക്കാത്ത മാതിരി അഭിനയിക്കാൻ പറഞ്ഞത്. പിന്നെന്ത് പറഞ്ഞു? ആരെങ്കിലും ചോദിച്ചാ സണ്ണിക്കുഞ്ഞും ഓമനക്കുഞ്ഞും തമ്മിൽ വളരെ സ്നേഹത്തിലാ കഴിഞ്ഞിരുന്നത് എന്നും പറയാൻ പറഞ്ഞു. സത്യം മറച്ചു വെക്കുന്നത് കുറ്റമാണെന്നറിയില്ലേ? അവര് പണക്കാരാ, അവർക്ക് എന്ത് സാധിക്കും? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവരെന്നെ. ഞാൻ ഈ വീട്ടിൽ ആരുടെയൊക്കെ ഭാര്യയായി ജീവിക്കണമെന്ന് ഓമന പറഞ്ഞതായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ. അതുകൂടാതെ ഓമന എന്തെങ്കിലും പറഞ്ഞോ? ആരുടെയെങ്കിലും പേരോ മറ്റോ? ഇല്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ? സത്യമാണേ മോനെ. തൽക്കാലം ഇവരെ വിടണ്ട. കീപ്പ് ഹർ അണ്ടർ കസ്റ്റഡി. സർ.